അസ്സലാമു അലൈക്കും. ക്ലാസ് 6 താരിഖുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് 2025 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിലെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. ദാവൂദ് അലൈഹിസ്സലാം വഫാത്തായ സ്ഥലം. ഓപ്ഷൻസ്: ബൈത്തുൽ മഖ്ദിസ്, സബ, മിസ്ർ. ശരിയുത്തരം ബൈത്തുൽ മഖ്ദിസ്. 2. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ജനിച്ചോ? ഓപ്ഷൻസ്: നൂഹ് അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. ശരിയുത്തരം അയ്യൂബ് അലൈഹിസ്സലാം. 3. ഇലിയാസ് അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട നാട്. ഓപ്ഷൻസ്: ഈജിപ്ത്, ബസ്നിയ, ബഅലബക്. ശരിയുത്തരം ബഅലബക്. 4. വഫാത്താകുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വയസ്സ്. ഓപ്ഷൻസ്: 100, 40, 53. ശരിയുത്തരം 53. 5. ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഭരണകാലം. ഓപ്ഷൻസ്: 40 വർഷം, 20 വർഷം, 12 വർഷം. ശരിയുത്തരം 40 വർഷം. 6. ഇലിയാസ് അലൈഹിസ്സലാം വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച പ്രതിനിധി. ഓപ്ഷൻസ്: ദുൽകിഫ്ൽ അലൈഹിസ്സലാം, അല്യസർ അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം. ശരിയുത്തരം അല്യസർ അലൈഹിസ്സലാം. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. മറിയം ബീവിയുടെ പിതാവ്. 8. ഇസ്രായേലിയരുടെ രാജാവ്. 9. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രൻ. 10. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ. 11. അമാലിക് രാജാവ്. പുറത്ത് നോക്കൂ. എ ത്വാലൂത്ത്, ബി ബിന്യാമീൻ, സി ജാലൂത്ത്, ഡി മദിയൻ, ഇ ഇമ്രാൻ. ഓർണം യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതുക. 7. മറിയം ബീവിയുടെ പിതാവ്. ശരിയുത്തരം ഇ ഇമ്രാൻ. 8. ഇസ്രായേലിയരുടെ രാജാവ്. ശരിയുത്തരം എ താലൂത്ത്. 9. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രൻ. ശരിയുത്തരം ഡി മദിയൻ. 10. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ. ശരിയുത്തരം ബി ബിന്യാമീൻ. 11. അമാലിക രാജാവ്. ശരിയുത്തരം സി ജാലൂത്ത്, EAD BC. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. താബൂത്ത് അധീനപ്പെടുത്തിയത് മുതൽ ഡാഷ് സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. അവരിൽ പൂരിപ്പിക്കേണ്ടത് അമാലിക്ക. താബൂത്ത് അധീനപ്പെടുത്തിയത് മുതൽ അമാലിക്ക സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. 13. നാടുവിട്ട ഡാഷ് മദിയനിൽ ഷുഐബ് അലൈഹിസ്സലാമിന്റെ വീട്ടിലാണ് എത്തിപ്പെട്ടത്. അവരിൽ പൂരിപ്പിക്കേണ്ടത് മൂസ അലൈഹിസ്സലാം. നാടുവിട്ട മൂസ അലൈഹിസ്സലാം മദിയനിലെ ഷുഐബ് അലൈഹിസ്സലാമിന്റെ വീട്ടിലാണ് എത്തിപ്പെട്ടത്. 14. ഈസ അലൈഹിസ്സലാമിനെ വഞ്ചകനായ ഡാഷ് എന്ന ശിഷ്യൻ ഒറ്റിക്കൊടുത്തു. അവരിൽ പൂരിപ്പിക്കേണ്ടത് യഹൂദ. ഈസ അലൈഹിസ്സലാമിനെ വഞ്ചകനായ യഹൂദ എന്ന ശിഷ്യൻ ഒറ്റിക്കൊടുത്തു. 15. അയ്യൂബ് നബി അലൈഹിസ്സലാം ഡാഷ് വർഷം പരീക്ഷണം നേരിട്ടു. അവരിൽ പൂരിപ്പിക്കേണ്ടത് 13. അയ്യൂബ് നബി അലൈഹിസ്സലാം 13 വർഷം പരീക്ഷണം നേരിട്ടു. 16. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായം ഡാഷ് യാക്കൂബ് അലൈഹിസ്സലാമിന്റെ കാഴ്ച തെളിഞ്ഞു. അവരിൽ പൂരിപ്പിക്കേണ്ടത് മുഖത്തിട്ടപ്പോൾ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായം മുഖത്തിട്ടപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ കാഴ്ച തെളിഞ്ഞു. 17. മൂസ അലൈഹിസ്സലാം ഡാഷ് വയസ്സുവരെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നു. അവരിൽ പൂരിപ്പിക്കേണ്ടത് 30. മൂസ അലൈഹിസ്സലാം 30 വയസ്സുവരെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നു. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ബിൽക്കിസ് രാജ്ഞിയുടെ നാട്. ഉത്തരം യമൻ. 19. സബൂർ എന്ന വേദഗ്രന്ഥം നൽകപ്പെട്ട നബി. ഉത്തരം ദാവൂദ് നബി അലൈഹിസ്സലാം. 20. ഭരണമേൽക്കുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വയസ്സ്. ഉത്തരം 13. 21. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബി. ഉത്തരം ഈസാ നബി അലൈഹിസ്സലാം. 22. മൂസ അലൈഹിസ്സലാം എത്ര വർഷം പ്രബോധനം നടത്തി? ഉത്തരം 30 വർഷം. 23. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകൻ. ഉത്തരം യൂനുസ് നബി അലൈഹിസ്സലാം. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവചിച്ചത് എന്ത്? എന്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരാൾ മുഖേനയാണ് ഈജിപ്ത് രാജാവിന്റെ നാശം എന്നതായിരുന്നു മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവചിച്ചത്. 25. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഭരണപ്രദേശം ഏതായിരുന്നു? ഉത്തരം
ഐക്കത്ത് മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഭരണപ്രദേശം. 26. നീ ദുഃഖിക്കരുത്. സന്ദർഭം വിവരിക്കുക. മറിയം റളിയല്ലാഹു അൻഹ ജനങ്ങളുടെ ആക്ഷേപം ഭയന്നു. ഒരു പുരുഷനും സ്പർശിക്കാത്ത പരിശുദ്ധയായ തനിക്കൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അള്ളാഹു തആല മറിയം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്കുകളാണിത്. 27. കളിക്കാൻ ക്ഷണിച്ച കുട്ടികളോട് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞതെന്ത്? ഉത്തരം: കളിക്കാനല്ല നാം സൃഷ്ടിക്കപ്പെട്ടത് എന്നായിരുന്നു യഹ്യ അലൈഹിസ്സലാം പറഞ്ഞത്. 28. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സ്വപ്നം പുലർന്നതെങ്ങനെ? ഉത്തരം: മാതാപിതാക്കളും 11 സഹോദരങ്ങളും അദ്ദേഹത്തെ കുനിഞ്ഞു വണങ്ങി. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സ്വപ്നം പുലർന്നു. 29. അല്ലാഹു തആല ബനു ഇസ്രായേലിനെ ശിക്ഷിക്കാൻ കാരണമെന്ത്? കാരണം ബനു ഇസ്രായേലിൽ ദോഷങ്ങൾ കൂടുകയും അവർ ചില നബിമാരെ വധിക്കുകയും ചെയ്തു. 30. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തു. എന്തിനെയെല്ലാം? ഉത്തരം: പക്ഷികളെയും വന്യജീവികളെയും മനുഷ്യരെയും ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധീനപ്പെടുത്തി കൊടുത്തു. അടുത്ത പ്രവർത്തനം 5 വരിൽ കുറയാതെ ഉപന്യസിക്കുക. 31. യഹ്യ അലൈഹിസ്സലാമിന്റെ രക്തസാക്ഷിത്വം. അപ്പൊ നോക്കൂ, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഡമസ്കസിൽ അധർമ്മിയായ ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് തനിക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു ബന്ധുവിനെ വിവാഹം കഴിക്കാനൊരുങ്ങി. ആരെയും വകവെക്കാതെ സത്യം പറയുന്ന പ്രകൃതക്കാരനായ യഹ്യ നബി അലൈഹിസ്സലാം ആ നിഷിദ്ധമായ വിവാഹം നിരോധിച്ചു. കമിതാക്കൾ നബിയോട് വിദ്വേഷം വെച്ചു പുലർത്തി. യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ശിരസ് തനിക്ക് സമ്മാനിക്കണമെന്ന് കാമുകി കാമുകനോട് ആവശ്യപ്പെട്ടു. ശപിക്കപ്പെട്ട രാജാവ് അവളുടെ ആവശ്യത്തിന് വഴങ്ങി. നബിയെ വധിക്കാൻ അയാൾ ആളെ വിട്ടു. മണിക്കൂറുകൾക്കകം യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ശിരസ് അവളുടെ മുമ്പിലെത്തി. അങ്ങനെ അവർ അല്ലാഹു തആലയുടെ ശാപമിറങ്ങാൻ കാരണക്കാരായിത്തീർന്നു. 32. ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത. അപ്പൊ നോക്കൂ, മദ്യ നിവാസികളിലേക്ക് അല്ലാഹു തആല ഷുഐബ് അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ മദ്യനിന്റെ സന്താന പരമ്പരയിലാണ് അദ്ദേഹം ജനിച്ചത്. മദ്യൻ നിവാസികൾ മുശ്രിക്കുകളായിരുന്നു. അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുന്നവരും യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരുമായിരുന്നു. ഷുഐബ് നബി അലൈഹിസ്സലാം അവരെ സത്യവിശ്വാസത്തിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു. അവർ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. പ്രബോധനം തുടർന്നപ്പോൾ ചിലർ വിശ്വസിച്ചു. ഷുഐബ് അലൈഹിസ്സലാമിന്റെ സ്വാധീനം കൂടുമെന്ന് അവിശ്വാസികൾ ഭയപ്പെട്ടു. അവർ നബിയെ എറിഞ്ഞു കൊല്ലുമെന്നും അനുയായികളോടൊപ്പം നാട് കടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. നീ സത്യവാദിയാണെങ്കിൽ ആകാശത്തിന്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക എന്ന് അവർ നബിയെ വെല്ലുവിളിച്ചു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.